വനിതകൾ താരസംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയതിൽ സന്തോഷമെന്നായിരുന്നു താരങ്ങളുടെ പ്രതികരണം. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പിന്നാലെ ശ്വേതാ മേനോനെ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അമ്മ ഇപ്പോഴാണ് അമ്മയായത് എന്നായിരുന്നു താരങ്ങളുടെ പ്രതികരണം. ഇതുവരെയും അമ്മ ഒരു സ്ത്രീയാവണം എന്ന് പറഞ്ഞു, ഒരു സ്ത്രീയായി. നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ താൻ അച്ഛനാണെന്നായിരുന്നു നടൻ ദേവന്റെ പ്രതികരണം. സംഘടനയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ ഏതെങ്കിലും ഒരു പുരുഷൻ മാറിത്തരുന്ന ഒരു സീറ്റിലേക്ക് വന്ന് ഇരിക്കേണ്ടവരല്ല. അവർ ഫൈറ്റ് ചെയ്തിട്ട് വേണം വിജയിക്കാനായിട്ട്. അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. അതാണ്. അപ്പോൾ അത് സ്ത്രീകൾ വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം അത് സഫലമായി എന്നുള്ളതാണ്. വരും തെരഞ്ഞെടുപ്പുകളിലും വനിതാ പ്രാതിനിധ്യം കൂടുമെന്നായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത അൻസിബ ഹസന്റെ പ്രതികരണം. 32 വർഷം കഴിഞ്ഞു അമ്മ വന്നിട്ട്. അമ്മയിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, അതിൽ ഒരുപാട് അഭിമാനമുണ്ട്. മലയാളികളെല്ലാവരും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായില്ല. താരസംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ അതിനുള്ളിൽ തന്നെ പരിഹരിക്കുമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത ലക്ഷ്മിപ്രിയ പറഞ്ഞു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ അമ്മയിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കമ്മിറ്റി തീർച്ചയായിട്ടും അതായിരിക്കും ആദ്യം അന്വേഷിച്ച് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ തലപ്പത്തേക്ക് വന്നതിൽ സന്തോഷമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും മാലാ പാർവതി പ്രതികരിച്ചു. ഈ ജയം വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വലിയ ആനന്ദമാണ്. എന്നുവെച്ചാൽ കുക്കുവും ശ്വേത പ്രസിഡന്റ് ആവുന്നു, കുക്കു ജനറൽ സെക്രട്ടറി ആവുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ വരുന്നു, വൈസ് പ്രസിഡന്റായിട്ട് മറ്റൊരു പെൺകുട്ടി ലക്ഷ്മിപ്രിയ വരുന്നു. എത്ര സീറ്റിലേക്കാണ് സ്ത്രീകൾ വരുന്നത്. നീന കുറുപ്പ് ജയിച്ചിരിക്കുന്നു, സരയു ജയിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇത്രയും ചരിത്രത്തിലാദ്യമായിട്ട് പുരുഷന്മാരുടെ മാത്രം പേരെഴുതിയിരുന്നിടത്ത് എല്ലാം മെയിൻ സീറ്റ് അടക്കം എത്രയോ സ്ത്രീകളാണ് നിരയായിട്ട് വരുന്നത്. ഇത്തവണ അമ്മയിൽ നടന്നത് ജനാധിപത്യ തെരഞ്ഞെടുപ്പാണെന്നും വനിതാ പ്രാതിനിധ്യം അമ്മയുടെ തലപ്പത്തെത്തിയതിൽ സന്തോഷമെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് അത് പക്ഷേ വളരെ ആരോഗ്യകരമായ മത്സരമായിരുന്നു കേട്ടോ. വലിയ സന്തോഷത്തോടു കൂടി വലിയ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ആശയം അമ്മയുടെ ഈ മുതിർന്ന വളരെ സീനിയറായിട്ടുള്ള അഭിനേതാക്കൾക്കും അമ്മയുടെ അംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ശ്വേതാ മേനോന് ആശംസകൾ നേർന്ന് ജോയി മാത്യുവും രംഗത്ത് വന്നു. വൻ പ്രതീക്ഷയല്ലേ, സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാ രംഗങ്ങളിലും. അപ്പോൾ അമ്മ എന്നുള്ള സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു ചരിത്ര സംഭവമാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെർസ്പെക്റ്റീവിലുള്ള കുറേ മാറ്റങ്ങൾ വരും. ഒരു എന്താ പറയുക, സ്ത്രീകൾ നയിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ടാവും. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘടന അടുത്ത 3 വർഷം കൊണ്ട് താരസംഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.